രണ്ടുപേരുടെ സ്നേഹത്തിന് ദൈവം തന്ന സമ്മാനമാ. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. എന്തൊരു കഷ്ടപ്പാടാ. എന്റെ സമയദോഷം തന്നെ. എന്റെ നാക്കായി എനിക്ക് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയത്. മാനേജരായിട്ടിരുന്ന് കമ്പനിയുടെ കണക്കുകളെല്ലാം നോക്കി നടത്തേണ്ട ഈ ഞാൻ കണക്ക് ബുക്കിൽ ഹോംവർക്ക് എഴുതേണ്ട ഗതികേടായില്ലേ എനിക്ക്. ഇത് എന്നെഴുതി തീരാനാ? എടാ കവിനെ, ഇത് എങ്ങനെയാടാ എഴുതണ്ടെന്ന് അറിയത്തില്ല. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണോ അതോ സ്മോൾ ലെറ്ററിലാണോ എഴുതേണ്ടത്? അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടത്. ആ എന്നോ ഓക്കെ. കവിമോനെ. യെസ് ഹണി. എനിക്ക് കണ്ണും കാണുന്നില്ല, എഴുത്തും കാണുന്നില്ല. എഴുത്ത് കടുകിനേക്കാളും ചെറുതായി പോയി. എന്നെ മാത്രം ഒഴിവാക്കിത്താ. നോ എക്സ്ക്യൂസ്. മുത്തശ്ശി ഇരുന്നത് മിസ്സിന്റെ കണ്ണിൽ കണ്ടാ മതി. മുത്തശ്ശി കാണേണ്ട ഒരാവശ്യവുമില്ല. സമ്മതിക്കില്ലല്ലോ. എടാ, നിന്റെ അമ്മ ഇപ്പൊ വരുവാടാ. അതെ അതെ സാർ, മേഡം ഇപ്പൊ തന്നെ വരും. കൈ വേദനിക്കുന്നു. അമ്മ വരുമ്പോഴത്തേക്കും തീർക്കാന്നേ. ആ ചുമ്മാ അതൊരു തമാശ പറഞ്ഞപ്പോ അതി കയറി പിടിച്ചു കളഞ്ഞില്ലേ. ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യുന്നത് ടൂ മച്ചാ. വാചകം അടിക്കാതെ എഴുതടാ, ചുമ്മാ സമയം കളയാനായിട്ട്. കൊച്ചു സാറേ, നാളെ മോ സ്കൂളിൽ പോയിട്ട് ഈ ഹോംവർക്ക് എല്ലാം മിസ്സിനെ കാണിക്കുമ്പോ എല്ലാ ഹോംവർക്കിന്റെ കൈയക്ഷരം വെവ്വേറെ ആയി പോവില്ലേ? അപ്പൊ മോൻ ഉത്തരം മുട്ടൂലേ അവിടെ? ആ വേവലാതി നിങ്ങൾക്ക് വേണ്ട. ഇത്രയൊക്കെ ചെയ്യിക്കാങ്കി അതും എനിക്ക് അറിഞ്ഞൂടെ. ഓരോ സബ്ജക്റ്റിനും വേറെ വേറെ മിസ്സാ എനിക്ക്. അതുകൊണ്ട് ആർക്കും ഒരു സംശയം വരില്ല. കേട്ടില്ലടാ, എന്തൊരു ബുദ്ധിസാമർഥ്യ. ഓൾറെഡി മോന്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാ മിസ്സിനും പരിചയമല്ലേ. ഇത് വ്യത്യാസമല്ലേ? അപ്പൊ ചോദിക്കില്ലേ അവര്? അങ്ങനെ ചോദിച്ചാലും ഒരുപാട് ഹോംവർക്ക് എഴുതി ടയർഡായത് കാരണം കൈ വേണിച്ചതുകൊണ്ട് കൈയക്ഷരത്തിന് മാറ്റം വന്നാന്ന് പറയും. എന്തൊരു ബുദ്ധിശാലിയാ. എന്ത് പറഞ്ഞാലും ഇവൻ അതിന് മറുപടി ഉണ്ടല്ലോ. മറുപടി പോക്കറ്റ് ഇട്ട് നടക്കാന്നാ തോന്നുന്നു. ഇവനെ പ്രസവിച്ചതായിരിക്കില്ല, സ്പെഷ്യലായിട്ട് ഓർഡർ കൊടുത്ത് ഉണ്ടാക്കി തന്നാ തോന്നുന്നു. ശരി ശരി, എഴുതി കഴിഞ്ഞാൽ ഒന്ന് വേഗം ആവട്ടെ, സമയം പോകുന്നുണ്ടില്ലേ. ഒരൊറ്റ മിനിറ്റ്. വേഗം എഴുതാൻ. ഒന്ന് എഴുതടാ വേഗം. എഴുതുവാണല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതി എഴുതി മനുഷ്യന്റെ ഊപ്പാട് വന്നല്ലോ. അമ്മേ, അമ്മയ്ക്ക് അയ്യോ അയ്യോ എന്തൊരു വേദന. ഹോംവർക്ക് എഴുതി എഴുതി എന്റെ 10 വിരലും പഞ്ചറായി പോയല്ലോ. അമ്മേ, അയ്യോ 2 മണിക്കൂർ ഇരിപ്പിരുന്ന് എന്റെ ചന്തി പപ്പടം പരുവായി പോയില്ലേ.
എടാ കവിനെ, എന്റെ സമയം വരുമ്പോ ഈ ഗോവിന്ദൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. താരാടാ. ഇതാരായി വിളിക്കുന്നേ? ദേവയാനി മേഡോ? ഹലോ മേഡം. ഗോവിന്ദ, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടി ഓഡിറ്ററോട് ഇന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? യെസ് മാം. അയാളോട് നാളെ നേരെ ഓഫീസിലേക്ക് വരാൻ പറ. ഇന്ന് വേണ്ട, എന്റെ ജോലി ഇതുവരെ തീർന്നിട്ടില്ല. ഇനി ചിലപ്പോ 1 മണിക്കൂറെങ്കിലും കഴിയും. അയാളൊന്ന് ഇൻഫോം ചെയ്തേക്ക്. ഓക്കെ മേഡം, ഓക്കെ, ഞാൻ പറഞ്ഞേക്കാം മേഡം. അല്ല, വിക്രം ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയോ? അദ്ദേഹം എപ്പോഴോ വന്നു മേഡം. കവിൻ സ്കൂളിൽ പോയിട്ട് വന്നോ? ഇപ്പൊ എന്താ ചെയ്യുന്നേ? ആസ് യൂഷ്വൽ ആണ് മേഡം. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ മേഡം? ഇവിടെ നടക്കുന്നതെല്ലാം ഒരുപാട് ടൂ മച്ചാ. എന്ത് ടൂ മച്ച്? വ്യക്തമായിട്ട് പറ. മേഡം മീറ്റിങ്ങിന് പോയപ്പോ മുതല് കവിമോന്റെ കുരുത്തക്കേട് ഒരുപാട് കൂടിയിരിക്കുക. എന്താ അവനെന്താ നിങ്ങളോട് ചെയ്തത്? മേഡം, പണ്ടൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മളെ എല്ലാവരും ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാ ഇപ്പോ കവിന് ചെയ്യാനുള്ളത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരുപാട് ടെൻഷൻ അടുപ്പിക്കുകയാണ് മേഡം. നീ എന്തിനെങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നേ? കാര്യം എന്താന്ന് തെളിച്ചു പറ. മേഡം, കവിൻ മോന് സ്കൂളിന്ന് വീട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞ് മിസ് കൊടുത്ത ഹോംവർക്ക് എല്ലാം കൂടി ഞങ്ങളെ കൊണ്ടെല്ലാം എഴുതിപ്പിച്ച് അവനേതോ ഹെഡ് മാഷെ പോലെ ഞങ്ങളുടെ മേലെ അധികാരം കാണിച്ചോണ്ടിരിക്കുക. എന്ത്? നിങ്ങളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിച്ചെന്നോ? യെസ് മേഡം, വേറെ ലൊടിയുന്നതുവരെ. വിക്രം എന്താ ചെയ്യുന്നേ? അവനിതൊന്നും കണ്ടില്ലേ? മേഡം, അദ്ദേഹത്തിന് നേരെ ലോകം മുഴുവനും അറിയാലോ. കവിമോന് ഒരു സബ്ജക്ട് എഴുതാൻ പറഞ്ഞ ഇദ്ദേഹം 3 സബ്ജക്ട് ഞാൻ തന്നെ എഴുതിക്കോളാം, നീ എഴുതണ്ടെന്നും പറഞ്ഞോണ്ട് ചമ്മറം പടിഞ്ഞ് തച്ചിന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് മേഡം. എത്ര വഴക്ക് പറഞ്ഞാലും വിക്രമാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നേ. ഞാൻ വരട്ടെ, വന്നിട്ട് അവന് ഞാൻ കൊടുത്തോളാം. ഓക്കെ മേഡം. ഒരു സ്മോൾ റിക്വസ്റ്റ്. എന്താ പറ. ഞാനിപ്പോ മേഡത്തിനോട് പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും തന്നെ ആരോടും പറയരുത് കേട്ടോ മേഡം. അതിൽ പ്രധാനമായിട്ടും കവിൻ മോൻ ഒരു കാരണവശാലും അറിയരുത് മേഡം. പ്ലീസ്, അവരെങ്ങാനും അറിഞ്ഞ എന്നെ പിഴിഞ്ഞെടുക്കും. നിക്ക് നിനക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. ശരി, ഫോൺ വയ്ക്ക്. ഓക്കെ മേഡം. എടാ കുസൃതി കുട്ടാ, എന്റെ കൈ ഒടിയും വരെ ഹോംവർക്ക് എഴുതിച്ചില്ലേ? ഇപ്പൊ നിന്റെ അച്ഛമ്മ വന്ന് നിന്റെ കാത് പൊട്ടും വിധം ചീത്ത വിളിക്കാൻ പോവാ. അത് കേട്ട് ഞാൻ സായൂജ്യം പടയാൻ പോവാ.